ഹായ്, എൻ്റെ പേര് അനീഷ് ഫിലിപ്പ്. ഞാൻ വരുന്നത് പാലായ്ക്കടുത്തുള്ള കുറുവിലങ്ങാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ്. ഞാൻ 2023 ഹെയർ ട്രാൻസ്പ്ലാന്റേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ലാഡൻ സിറ്റിയിൽ വന്നിരുന്നു. ഞാനൊരു വെൽനസ് സ്പെഷ്യലിസ്റ്റ് ആയിട്ടാണ് വർക്ക് ചെയ്യുന്നത്. നോർത്ത് ഇന്ത്യയിലൊക്കെ വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ ഡൽഹി, പൂനെ അങ്ങനെയുള്ള കുറേ സ്ഥലങ്ങളൊക്കെ ഞാൻ വർക്ക് ചെയ്തിരുന്നു. അവിടുത്തെ ഒരു ക്ലൈമറ്റിൻ്റെ വ്യത്യാസമോ അല്ലെങ്കിൽ വെള്ളത്തിൻ്റെ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ടാവാം ആ സമയം മുതൽ എനിക്ക് ഹെയർ ഫോൾ സ്റ്റാർട്ട് ആയിട്ടുണ്ടായിരുന്നു. അതിൽ ഞാൻ ഭയങ്കര ഡിപ്രസ്ഡ് ആയിരുന്നു. ഞാൻ ഒരുപാട് എണ്ണകളും കുഴമ്പുകളും അങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ തലയിലേക്ക് ഇങ്ങനെ തേച്ചിട്ടുണ്ട്. അതുകൊണ്ട് മുടി വളരുമോ എന്നറിയാൻ വേണ്ടിയിട്ടും. പക്ഷേ അതൊക്കെ ഒരു കറക്റ്റായിട്ടുള്ള രീതി അല്ല എന്ന് എനിക്ക് മനസ്സിലായത് ഞാൻ ഇവിടെ വന്നതിന് ശേഷമാണ്. യൂട്യൂബിലൊക്കെ ഇങ്ങനെ ഒരുപാട് വീഡിയോസൊക്കെ ഞാനിങ്ങനെ സെർച്ച് ചെയ്തു. ഏറ്റവും നല്ല ക്ലിനിക്ക് ഏതാണെന്ന് നോക്കി. മെയിനായിട്ട് ഞാൻ നോക്കിയത് സാജൻ സൂര്യയുടെ വീഡിയോസും സത്യനാരായണൻ്റെ വീഡിയോസും അതൊക്കെയാണ് മെയിനായിട്ട് നോക്കിയത്. അപ്പോൾ വരുന്ന സമയത്ത് എനിക്ക് കുറച്ച് പേടിയും കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടായിരുന്നു. ഇവിടുത്തെ സ്റ്റാഫിൻ്റെ അവർ നമ്മളെ ഭയങ്കരമായിട്ട് കംഫർട്ടാക്കി. ഡോക്ടറിൻ്റെ അടുത്ത് കാര്യങ്ങളൊക്കെ ചോദിച്ചു. പ്രോഡക്ട്സ് യൂസ് ചെയ്യുന്നുണ്ടോ, അതുകൊണ്ടുണ്ടായ കുഴപ്പങ്ങളാണോ, ഓരോ കാര്യങ്ങളൊക്കെ എന്നോട് ചോദിച്ചു. ഡോക്ടർ എനിക്ക് എക്സ്പ്ലെയിൻ ചെയ്തു എങ്ങനെയാണ് സർജറിയിലെ പ്രൊസീജിയർ, എങ്ങനെയാണ് ഏതൊക്കെ മെഡിസിൻസ് ആണ് അതിന് മുമ്പ് നമ്മൾ യൂസ് ചെയ്യേണ്ടത്, നമ്മൾ എങ്ങനെയാണ് കഴിക്കേണ്ടതെന്നെല്ലാം ഡോക്ടർ പറഞ്ഞു തന്നു. പിന്നെ എൻ്റെ ഹെയർ ലൈൻ നോക്കി എത്രത്തോളം ഹെയർ ആണ് എനിക്ക് വേണ്ടത് എന്ന് ഡോക്ടർ കറക്റ്റായിട്ട് പറഞ്ഞു. എനിക്ക് അതിൻ്റെ 2500 ഗ്രാഫ്റ്റ് ആയിരുന്നു ഡോക്ടർ സജസ്റ്റ് ചെയ്തത്. എനിക്ക് തന്ന സമയം അനുസരിച്ച് ഞാൻ ഏകദേശം ഒരു 10 മണിയോട് കൂടിയിട്ടാണ് ഞാൻ ലാഡൻ സിറ്റിയിൽ വന്നത്. സർജറി എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ ആദ്യമായിട്ട് നമ്മൾ ചിന്തിക്കും ഒരുപാട് വലിയ സർജറികളാണ്, കാര്യങ്ങളാണ്. പക്ഷെ അങ്ങനൊന്നുമല്ല. എനിക്ക് അനസ്തേഷ്യ തന്നിരുന്നു. ആ സമയത്ത് ഒരു ചെറിയ പെയിൻ എന്ന് വെച്ചാൽ വളരെ ചെറിയൊരു പെയിൻ മാത്രമേ ആ സമയത്ത് ഉണ്ടായിട്ടുള്ളൂ. അത് ഒരു പെയിൻ ഒന്നും പറയാൻ പറ്റില്ല. അതോടുകൂടി ഹെഡിൽ എന്ത് ചെയ്താലും നമുക്ക് അറിയത്തില്ലാത്ത ഒരു ഇതിലേക്ക് വന്നു. വളരെ നല്ല രീതിയിൽ കംഫർട്ടബിൾ ആയിട്ടാണ് ഞാൻ ആ ബെഡിൽ കിടന്നത്. ഡോക്ടർ സജസ്റ്റ് ചെയ്തതും ഞാൻ ചൂസ് ചെയ്തതും റിയൽ ടൈം പ്ലസ് സഫയർ ട്രീറ്റ്മെന്റ് ആണ്. ഒരു 7 hours എടുത്തു എൻ്റെ സർജറി തീരാനായിട്ട്. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ ഭയങ്കര ഹാപ്പി ആയിരുന്നു അത് കഴിഞ്ഞപ്പോൾ. സർജറിക്ക് ശേഷം കുറച്ച് കെയർ ചെയ്യണം. ആദ്യത്തെ ഒരു 7 days എന്ന് പറഞ്ഞാൽ നമ്മൾ നല്ല രീതിയിൽ തന്നെ കെയർ ചെയ്യേണ്ട ഒരു കാര്യമാണിത്. അത് ഞാൻ വളരെ നന്നായിട്ട് തന്നെ കെയർ ചെയ്തിരുന്നു, ഇവിടുന്ന് പറഞ്ഞ പോലെ തന്നെ. പക്ഷേ എല്ലാ കാര്യങ്ങളും ഇവിടുന്ന് നമുക്ക് പറഞ്ഞു തരും. എല്ലാം നമ്മളെ മനസ്സിലാക്കിയിട്ടാണ് ഇവിടെ നമ്മുടെ ഡോക്ടേഴ്സ് നമ്മളെ തിരിച്ചു വിടുക. നിങ്ങൾ ഡോക്ടേഴ്സ് പറയുന്ന കറക്റ്റായിട്ട് കേൾക്കുക. ഇവിടുന്ന് വരുന്ന മെഡിസിൻസിൽ ഏതാണോ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറയുക അതെല്ലാം ഉപയോഗിക്കുക. തലമുടി ഇല്ലാത്ത ആൾക്കാർ, ഹെയർ ഇല്ലാത്ത ആൾക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു വല്ലാത്തൊരു ഫീലാണ്. നമ്മൾ ഒരു ഫോട്ടോ എടുക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാര്യങ്ങൾക്ക് നമുക്ക് ഒരു താല്പര്യം ഉണ്ടാവില്ല. പക്ഷേ ഈ ഒരു കഴിഞ്ഞ ഒരു 3 വർഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഏറ്റവും ഹാപ്പി ആയിട്ടുള്ള സമയമാണ്. കാരണം ഇത്രയും മുടി ഇല്ലാണ്ടിരുന്ന എനിക്ക് ഹെയർ വളർന്നു വരുന്നു നമ്മൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു ഭയങ്കരമായിട്ടുള്ള പോസിറ്റീവ് നമുക്കൊരു ഫീലാണ് നമുക്കുണ്ടാവുക. എൻ്റെ റിസൾട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാലും നല്ല റിസൾട്ടാണ്. എനിക്ക് തന്നെ അറിയാൻ പറ്റും അത്ര നല്ല രീതിയിലാണ് വന്നിരിക്കുന്നത്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് വരാം. വേറെ ഒന്നും ആലോചിക്കേണ്ട. എൻ്റെ സ്വന്തം അഭിപ്രായമാണ്, എൻ്റെ എക്സ്പീരിയൻസ് ആണ്, എനിക്ക് കിട്ടിയ റിസൾട്ടാണ്. എല്ലാവർക്കും ഒരുപാട് നന്ദി.